ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ചെറിയ നബിദിന വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണവും നബിദിനമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. മക്കൾസിന് ഒപ്പനയും ഫ്ലവർ ഷോയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു മഴ പൊടിയനെയൊക്കെ കണ്ടപ്പോൾ നബിദിനം കൊളായി എന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഘോഷയാത്രയൊക്കെ അങ്ങ് തുടങ്ങിയപ്പോഴത്തേനും മഴയൊക്കെ അങ്ങ് മാറി നല്ല അടിപൊളിയായിട്ട് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സീനിയറിൻ്റെയും ജൂനിയറിൻ്റെയും ദഫും കോൽക്കളിയും ഒപ്പനയും ഫ്ലവർ ഷോയും ഒക്കെ ആയിട്ട് നബിദിനം അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. പോരാത്തതിന് ഇഷ്ടം പോലെ മിഠായി ഉണ്ടായിരുന്നു. പിന്നെ ഘോഷയാത്രയുടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവർ ദഫ് ഇടയ്ക്ക് ഒരുപാട് ആളുകളുള്ളടത്ത് നിർത്തി കളിച്ചായിരുന്നു കേട്ടോ ഘോഷയാത്രയൊക്കെ പോയേ. അപ്പോൾ ഇക്കായും മക്കൾസോ ഘോഷയാത്രയ്ക്ക് പോയുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഘോഷയാത്ര തുടങ്ങണത് പോയി നിന്ന് കണ്ടിട്ട് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഇന്ന് കിച്ചന് അവധിയുള്ള ഒരു ദിവസം എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം രാവിലെ മദ്രസയിൽ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും മക്കൾസും അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഉച്ചയ്ക്ക് നമുക്കിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നേർച്ചച്ചോറ് കിട്ടും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ നബിദിനത്തിന് കിട്ടുന്ന നേർച്ചച്ചോറിൻ്റെ ഒരു രുചി അത് ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചെറുപ്പത്തിലെ നബിദിനവും മദ്രസ കാലഘട്ടവും നബിദിനത്തിനുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതും ഇതുപോലെ ഘോഷയാത്രകൾക്ക് പോകുന്നതും മിഠായി കിട്ടണതും ഒക്കെ നമ്മൾ ഈ ഒരു നിമിഷം അങ്ങ് ഓർക്കൂട്ടോ. അപ്പോൾ ശരിക്കും സങ്കടം വരും. കാരണം ഇനിയിപ്പോൾ ആ ഒരു കാലത്തേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു 1-2 കൊല്ലം ഈ ഒരു ഘോഷയാത്രയും ഇതൊക്കെ മിസ്സായിരുന്നു കേട്ടോ. കാരണം അവിടെ ഇങ്ങനത്തെ ഘോഷയാത്രയും കാര്യങ്ങളൊന്നുമില്ല. മദ്രസയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങണ നബിദിനായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ നമ്മുടെ മക്കൾസ് മദ്രസയിൽ പോയി തുടങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മൾ പോയ അതേ ഒരു വൈബ് നബിദിനത്തിന് കിട്ടിത്തുടങ്ങിയത്. കാരണം മക്കൾസ് മദ്രസയിലില്ലെങ്കിൽ നമ്മളങ്ങനെ പരിപാടികളൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഇച്ചിരി നേരം ഇരുന്നിട്ട് പോരുമല്ലോ. ഫുള്ളായിട്ട് ആ പ്രോഗ്രാംസ് കാണാനും അതുപോലെ നബിദിനത്തിൻ്റെ ആദ്യം മുതൽക്കുള്ള പ്രാക്ടീസ് സെക്ഷൻ മുതൽക്ക് നമ്മളതിൽ പങ്കാളിത്തം വഹിക്കാനൊന്നും നമുക്ക് അവസരം കിട്ടാറില്ലല്ലോ. ഇത് ഓണം വെക്കേഷനൊക്കെ ഫുള്ള് ഒപ്പനയുടെ പ്രാക്ടീസും ഫ്ലവർ ഷോയുടെ പ്രാക്ടീസും ഒക്കെ ആയിട്ട് മക്കൾസ് എന്തായാലും എൻജോയ് ചെയ്തു കേട്ടോ. അവർക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു നബിദിനായിരുന്നു കേട്ടോ ഈ തവണ. ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇഷ്ടംപോലെ മിഠായി കിട്ടി. അപ്പോൾ രണ്ടുപേരുടെ അവരവരുടെ വീതം തിരിച്ച് കൂടൊക്കെ കുടഞ്ഞിട്ടപ്പോൾ ഒരാൾക്ക് ഒരു മിഠായി കുറവാട്ടോ. ഒരാൾക്ക് കിട്ടിയ മിഠായി ഒരാൾക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വാക്ക് തർക്കം. പിന്നെ കുഞ്ഞാവകൾ അവരുടെ അവകാശം കാര്യമായിട്ട് അതിൽ നിന്ന് സ്ഥാപിച്ചെടുക്കണ്ട കേട്ടോ. അതാരോടും ചോദ്യവും പറച്ചിലൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ളത് എന്തോ അത് അവർ വാരിയെടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി വെച്ചപ്പോഴത്തേനും പള്ളിയിൽ നിന്ന് ചോറിനുള്ള വിളിച്ച് പറഞ്ഞു കേട്ടോ, ചോറ് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇക്കായും മക്കൾസും അത് വാങ്ങാനായിട്ട് പോയേ. വന്നപ്പോൾ ഇതേ നല്ല അടിപൊളി തേങ്ങാച്ചോറും നല്ലൊരു ബീഫ് കറി ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ പൊട്ടിച്ച് പാത്രത്തിലേക്കൊക്കെ ആക്കി കുറച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇക്കായൊക്കെ ജുമാ ദിവസം ആയതുകൊണ്ട് തന്നെ ഇക്കായും മക്കൾസും പള്ളിയിൽ പോയി. ഞങ്ങൾ പിന്നെ ബാക്കി പണിയും വലിയ കാര്യമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ കംപ്ലീറ്റ് വെറുതെ മിഠായിയൊക്കെ തിന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ളതാണ്. പിന്നെ ഉസ്താദ് പ്രത്യേകം പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് മക്കൾസിനെ കിടത്തി ഉറക്കണമെന്ന്. കാരണം രാത്രി താമസിക്കുമല്ലോ പരിപാടിയൊക്കെ കഴിയാൻ. പിന്നെ ചോറൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഉറക്കി 4 മണിയായപ്പോഴത്തേനും മദ്രസയിലെ പ്രോഗ്രാമിനായിട്ട് വന്നു കേട്ടോ. പിന്നെ പാട്ടും കഥയൊക്കെ കഴിഞ്ഞ് വേഗം ഒപ്പനയ്ക്ക് ഒരുങ്ങാനായിട്ട് വന്നു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ പുതിയ എണ്ണ. പിന്നെ മക്കൾസിനെയൊക്കെ ഒരുക്കി പുതിയ എണ്ണിനെയൊക്കെ ഒരുക്കി. ഇതേ ഈ മക്കൾസാട്ടോ കുഞ്ഞുങ്ങളെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒപ്പന കളിക്കാനായിട്ട് പഠിപ്പിച്ചത്. പ്രതീക്ഷയിൽ നല്ല സൂപ്പറായിട്ട് തന്നെ എല്ലാവരും കളിച്ചു കേട്ടോ. ഒപ്പനെ ഒരുക്കി നിർത്തി 2-3 ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരാൾ തെക്കോട്ട് ഒരാൾ വടക്കോട്ടെന്ന് പറഞ്ഞു പോലെ. പിന്നെ ഒക്കേത്തിനും പിടിച്ച് നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മോൻ്റെ ഫ്ലവർ ഷോയ്ക്കുള്ള ഒരുങ്ങി സെറ്റായി വന്നു എന്നും പറഞ്ഞൊക്കെ വിളിച്ചു കേട്ടോ. പിന്നെ ഒറ്റ ഓട്ടം സ്റ്റേജിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ ചെന്ന് മോൻ്റെ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തപ്പോഴത്തേനും തന്നെ ഫ്ലവർ ഷോയ്ക്ക് അവർ സ്റ്റേജിൽ കയറാറായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാക്ടീസ് സെക്ഷനിലൊന്നും നമ്മളങ്ങനെ പോയി നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇവരെത്ര പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കളിക്കൊന്നും അറിയില്ല കേട്ടോ. അതേ മോൻ റെഡിയായി സുന്ദരനായിട്ട് വന്ന് നിൽക്കണേ കേട്ടോ ഈ കാണണേ. അപ്പോൾ വേഗം തന്നെ അവർ ഫ്ലവർ ഷോയ്ക്ക് കയറിയ സ്റ്റേജിൽ ഈ സ്റ്റേജിലാണ് കളിക്കണം നമ്മൾ ആദ്യമായിട്ട് കാണണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ മക്കൾസ് കളിച്ചു. എല്ലാവരും നല്ല ആസ്വദിച്ച് കാണാനുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുടെ പരിപാടി കാണാൻ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം തന്നെയായിരിക്കുമല്ലോ. പിന്നെ ഫ്ലവർ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ഒപ്പനയും ഉണ്ടായിരുന്നു കേട്ടോ. വേഗം തന്നെ അതുകൊണ്ട് ഒപ്പനയും കഴിഞ്ഞു. അപ്പോഴത്തേനൊക്കെ കുഞ്ഞാവകൾ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ.
അങ്ങനെ കുറേ നേരം പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട് സമ്മാനം മേടിക്കാതെ വരില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് 2 മണി വരെ പ്രോഗ്രാമിന് ഇരിക്കേണ്ടി വന്നു കേട്ടോ. എങ്കിലും രസമല്ലേ, ഇതൊക്കെ വർഷത്തിൽ ഒരു തവണ മാത്രം ഉണ്ടാവുന്ന സന്തോഷമുള്ള ഇതല്ലേ എന്നോർത്ത് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഒപ്പനയും പിന്നെ കോലുകളി ഉണ്ടായിരുന്നു, 2 ടീമിൻ്റെ ദഫ്, പിന്നെ കുറേ പരിപാടികൾ, പാട്ട്, കഥ, പ്രസംഗം, അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങി വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ മക്കൾസിന് ഒപ്പനയ്ക്കും ഫ്ലവർ ഷോയ്ക്കും ഈ സെറാമിക്കിൻ്റെ കപ്പാണ് കേട്ടോ കിട്ടിയത്. ഇനി പ്രോത്സാഹന സമ്മാനം മേടിക്കാൻ നിന്നില്ല, അപ്പോഴത്തേനും കുഞ്ഞാവകൾ അലമ്പായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോയിൽ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.